ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മീനൂസ് ടേസ്റ്റ് ഓഫ് ഹോം. ഇന്ന് നമുക്ക് മാമ്പഴം വെച്ചിട്ട് മുട്ട ചേർക്കാതെയുള്ളൊരു കേക്ക് തയ്യാറാക്കാം. എഗ്ലെസ് മാംഗോ കേക്ക്. ഈ ഒരു കേക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നും തന്നെ ആവശ്യമില്ല. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇൻഗ്രീഡിയൻസ് നോക്കാം. മൈദ 1.5 കപ്പ്, മാമ്പഴം 1 എണ്ണം, ബേക്കിംഗ് പൗഡർ 1.5 ടീസ്പൂൺ, ഉപ്പ് 1/4 ടീസ്പൂൺ, പഞ്ചസാര പൊടിച്ചത് 1 കപ്പ്, ഏലക്കാപ്പൊടി 1 ടീസ്പൂൺ, പശുവിൻ പാൽ 1/2 കപ്പ്, വെജിറ്റബിൾ ഓയിൽ 1/4 കപ്പ്. കേക്ക് ബേക്ക് ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ ഒരു പ്രഷർ കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് മിൽക്ക് പാനോ അല്ലെങ്കിൽ സോസ് പാനോ എടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് നന്നായിട്ട് ഈ ഒരു പ്രഷർ കുക്കർ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കൊരു ബേക്കിംഗ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ബേക്കിംഗ് പേപ്പറിന് പകരം 2 ടേബിൾ സ്പൂൺ മൈദ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഡസ്റ്റ് ചെയ്തെടുക്കാം. കേക്ക് ബേക്കായതിനു ശേഷം ഈസി ആയിട്ട് ആ ഒരു പ്രഷർ കുക്കറിൽ നിന്നും വിട്ട് കിട്ടുന്നതിനായിട്ടാണ് മൈദ വെച്ചിട്ട് ഡസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇനി എക്സസ് ആയിട്ട് വരുന്ന മൈദ നമുക്ക് ഈ പ്രഷർ കുക്കറിൽ നിന്നും എടുത്തു മാറ്റാം. ഇപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാനുള്ള ടിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചു വെക്കണം. അതുപോലെ ഒരു മാമ്പഴം നന്നായിട്ട് പീൽ ചെയ്ത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കൊരു മിക്സറിൻ്റെ ചെറിയ ജാറിൽ പ്യൂരേ ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന മാമ്പഴത്തിന് നാരില്ല. നാരുണ്ട് എന്നുണ്ടെങ്കിൽ അരിപ്പയിലൂടെ അരിച്ചു മാറ്റാം. കേക്ക് ബാറ്റർ തയ്യാറാക്കുന്നതിനായിട്ട് ഒരു ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. അതിനോടൊപ്പം 1/4 കപ്പ് മാംഗോ പ്യൂരേ ചേർക്കാം. എടുക്കുന്ന മാമ്പഴത്തിന് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പഞ്ചസാര ചേർക്കണം. ഇവിടെ ഞാൻ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് പൊടിച്ച പഞ്ചസാര വരെ ചേർക്കാം. അതിനോടൊപ്പം 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതിന് പകരം മാംഗോ എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇനി ഒരു വിസ്കോ അല്ലെങ്കിൽ തടിത്തവിയോ വെച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് മറ്റൊരു ബൗളിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിലാണ് ഇത് മെഷർ ചെയ്തെടുക്കുന്നത്. ആദ്യം നമുക്ക് 1 കപ്പ് മെഷർ ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു നൈഫ് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇത് ബൗളിലേക്ക് പകർത്താം. ഇനി 1/2 കപ്പ് മെഷർ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മെഷറിംഗ് കപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കപ്പിൽ വേണമെങ്കിലും മെഷർ ചെയ്തെടുക്കാം. ആ സെയിം കപ്പ് തന്നെ ആയിരിക്കണം ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും മെഷർ ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതെല്ലാം സ്പാച്ചുല യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഒരു 2 മിനിറ്റ് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിന് പകരമായിട്ട് നമുക്ക് 3 തവണ ഒരു അരിപ്പയിലൂടെ അരിച്ചെടുത്തിരുന്നാലും മതി. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡിയാണ്. ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതിയാകും. അതിനായിട്ട് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ പകുതി ചേർക്കാം. നന്നായിട്ട് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പാച്ചുല യൂസ് ചെയ്തിട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസും അതുപോലെ വെറ്റ് ഇൻഗ്രീഡിയൻസും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. സാവധാനം ഈ ഒരു മാംഗോ പ്യൂരയിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാല് ചേർക്കാം. അതിനോടൊപ്പം ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരിപ്പയിലൂടെ അരിച്ചെടുക്കാം.
ഇനി വിസ്കോ അല്ലെങ്കിൽ സ്പാച്ചുലോ യൂസ് ചെയ്തിട്ട് ഈ ഒരു ബാറ്റർ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനൊരു മീഡിയം തിക്നെസ് കൺസിസ്റ്റൻസി ഉള്ളൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഓവർ മിക്സിംഗ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും ഒന്ന് യോജിച്ച് കിട്ടിയാൽ മതി. ഇപ്പോൾ എഗ്ലെസ് മാംഗോ കേക്കിന് വേണ്ടിയുള്ള ബാറ്റർ ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ആ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള പ്രഷർ കുക്കറിലേക്ക് ബാറ്റർ പകർത്താം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് മാറ്റുന്നതിനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി പ്രഷർ കുക്കറിൻ്റെ വിസിൽ മാറ്റിയിട്ട് ഗ്യാസ്കറ്റ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്തെടുക്കാം. കേക്ക് ബേക്ക് ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ ഒരു പഴയ ദോശക്കല്ലാണ് എടുത്തിട്ടുള്ളത്. 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുവാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് പ്രഷർ കുക്കർ വെച്ച് കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് ലോയിലോട്ടിട്ട് 30 മിനിറ്റ് മുതൽ 35 മിനിറ്റിനുള്ളിൽ ഇത് ബേക്ക് ചെയ്തെടുക്കുക. ഏകദേശം 35 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കേക്ക് കംപ്ലീറ്റ്ലി ബേക്കായിട്ടുണ്ട്. നല്ലൊരു മാമ്പഴത്തിൻ്റെ ഫ്ലേവറിലുള്ള ഒരു കേക്കാണിത്. ഇനി നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കേക്കിൻ്റെ സെൻറ്ററിലൊന്ന് കുത്തി നോക്കാം. ആ ടൂത്ത് പിക്കിൽ ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കേക്ക് കംപ്ലീറ്റ്ലി ബേക്കായിട്ടുണ്ട്. ഇനി 5 മിനിറ്റ് ഈ ഒരു പ്രഷർ കുക്കറിൽ കൂളായതിന് ശേഷം ഇനി ഒരു നൈഫ് വെച്ചിട്ട് നമുക്ക് പ്രഷർ കുക്കറിൻ്റെ സൈഡിൽ നിന്നെല്ലാം ഒന്ന് വിരിയിച്ചെടുക്കാം. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് പകർത്താം. അങ്ങനെ സ്വാദിഷ്ടമായ മാമ്പഴ കേക്ക് ഇവിടെ റെഡിയായി. കേക്കിൻ്റെ സൈഡെല്ലാം നല്ലൊരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. മാമ്പഴത്തിൻ്റെയും ഏലക്കയുടെയൊക്കെ ഫ്ലേവറിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാമ്പഴ കേക്ക്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. എഗ്ലെസ് മാംഗോ കേക്ക് ഇവിടെ റെഡിയായി. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.